Good morning, students. Welcome back to our accounting class. Last day, we accounting terms are discussed. Now we have been continuing accounting terms. Okay. അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ടേമും എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ആൾ ആർ ഫൈൻ. You too fine. Okay. Yes, let's continue our class. Yes, let's see what are the topics covered in this session. See, this session contains basic accounting terms continuation, GAAP, accounting concepts and conventions. Basic accounting terms continuation. Okay, we need to cover one more accounting term, that's all. And GAAP, we will cover GAAP, and finally we will cover accounting concepts and conventions. Yes, let's start. Okay, let's see basic accounting term continuation. Okay. One more term alone we need to finish, cash discount. Yes, ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈനൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിയുമായിട്ട് ഫൈനൽ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടി നമുക്ക് ഒരു ഡിസ്കൗണ്ട് തരാം, അതുപോലെ തന്നെ നമ്മൾ പാർട്ടിക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കാം. ആ ഒരു ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ഫൈനൽ സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ക്യാഷ് സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് പാർട്ടിയുമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്ക് ഒരു ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കാം, അതുപോലെ തന്നെ നമ്മൾക്ക് പാർട്ടി ഒരു ഡിസ്കൗണ്ട് തരാം. So that is cash discount. Okay, cash discount may be two types, cash discount allowed and discount received. Okay, consider one example. If you are doing settlement with a creditor or a supplier, yes, business needs to pay 1 lakh rupees to supplier and supplier provided 2000 cash discount. That is cash discount received. Okay, and see one more example. Business made a settlement with a customer, rupees 10,000, and provided rupees 1,000 as discount. ഓക്കെ, കസ്റ്റമറിന് ഒരു 1,000 rupees ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡിസ്കൗണ്ട് അലൗഡ്. ഓക്കെ, ഇൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് കൺസേൺ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഇൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് കൺസേൺ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഓക്കെ, ഇൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് ക്യാഷ് കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. അതുപോലെ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ്. ക്ലിയർ? യെസ്. So we need to show discount allowed and discount received in our books of accounts. We need to account. Okay. Yesterday നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്കൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നെറ്റ് ഫിഗർ ഓൺലി ക്യാൻ ബി ഷോൺ ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പം ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം, റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. സോ ഓൾ ദി അക്കൗണ്ടിങ് ടേംസ് കവേർഡ്. നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രമാണ് കവർ ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, യെസ്, ലെറ്റ്സ് സീ some examples related to this lesson, to this portion. Okay, yes, let's see first question. Fill in the blanks. Okay, ഞാൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യൂ. ഓക്കെ, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന്
ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ക്ലിയർ? ഇഫ് യു ആർ ഫേസിങ് എനി ഡിഫിക്കൽട്ടി ജസ്റ്റ് റിപ്പോർട്ട് ദ സെയിം ആൻഡ് ഐ വിൽ ടെൽ യു ദ ആൻസർ. സി, ജസ്റ്റ് ടേക്ക് വൺ സ്ക്രീൻഷോട്ട്. ഇതിലെല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. കാരണം അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. See that M, question M. Vehicle represent dash expenditure, while repairs to vehicle would mean dash expenditure. അതിൽ വെഹിക്കിൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. വെഹിക്കിൾ മീൻസ് ഇറ്റ് ഈസ് എൻ അസറ്റ് അക്വയർഡ് ബൈ ദ ബിസിനസ് കൺസേണോ, സോ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. റിപ്പയേഴ്സ് ടു വെഹിക്കിൾ ഈസ് എ റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരിക്കലും ഒരു ഏർണിംഗ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഇവിടെ റിപ്പയേഴ്സ് ചെയ്യുന്നത്. Repairs will be frequently happened. Okay, it is recurring in nature. It will be frequently happened. Okay, തുടർച്ചയായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് റിപ്പയേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് റവന്യൂ നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ. അത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവാം. ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ബിക്കോസ് എല്ലാ ടോപ്പിക്കും ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് ക്ലാസ്സസിൽ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ട്രൈ ടു റൈറ്റ് ദ ആൻസേഴ്സ്. Okay, yes. Let's see next topic. GAAP. What is GAAP? GAAP, Generally Accepted Accounting Principles. That is the full form of GAAP. Generally Accepted Accounting Principles is a collection of commonly followed accounting rules and standard for financial reporting. Okay, financial reporting വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് GAAP പറയുന്നത്. GAAP പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. വെറുതെ നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിയാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇല്ല. റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ GAAP അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും റൂൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദാറ്റ്സ് ഓൾ. ദാറ്റ് ഈസ് GAAP. Clear? Yes. Next, let's move to the basis of accounting, theory basis of accounting. Clear? Theory basis can be divided into three. See, first, basic assumptions, basic principles, and modifying principles. Okay, theory base of accounting can be divided into three: basic assumptions, basic principles, and modifying principles. കുറച്ച് അസംഷൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ മോഡിഫൈങ് പ്രിൻസിപ്പിൾസും ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? ലെറ്റ്സ് സീ വാട്ട് ആർ ദ അസംഷൻസ് ഗിവൺ ഇൻ ദിസ് ഹെഡ്. Business entity concept, going concern concept, money measurement concept, accounting period concept, and accrual concept. This will be covered by. Yes, okay. See, what are the basic principles? Revenue realization concept, matching concept, full disclosure concept, dual aspect concept, verifiable objective evidence concept, historical cost concept, balance sheet equation concept. These are the basic principles. And what are the modifying principles? Let's see. Materiality concept, consistency concept, conservatism concept, timeliness concept, industry practice concept. Okay, these are the modifying principles. Okay, from all these assumptions, principles, and modifying principles, let's cover some
concepts. Clear? Okay. Let's see what are accounting concepts. Let's see. Modern accounting is based on an elegant concept called double entry system, where sum of all entry must be zero. ഓക്കെ, നമ്മളിപ്പോൾ മോഡേൺ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് എവറി ഡെബിറ്റ് ആസ്പെക്ട് ഈസ് ഹാവിങ് ആൾട്ടർനേറ്റീവ് ക്രെഡിറ്റ് ആസ്പെക്ട് ആൻഡ് ദി സം ഓഫ് ഓൾ എൻട്രീസ് വിൽ ബി സീറോ. ഓക്കെ, നമ്മൾ രണ്ട് ആസ്പെക്റ്റാണ് അതിന് ഫോളോ ചെയ്യുന്നത്, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും, അതുപോലെ തന്നെ ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ടാവും. ഡെബിറ്റ് ആസ്പെക്ട് ഈക്വൽ ടു ക്രെഡിറ്റ് ആസ്പെക്ട്. Consider one example. Purchase of goods worth rupees 1 lakh. What will be the journal entry? Purchase account debit to cash account 1 lakh. So see, there are two aspects. One debit aspect, that is purchase account, and one credit aspect, that is cash account. Clear? So purchase account 1 lakh debited and cash account 1 lakh credited. Clear? So every debit aspect is having alternative credit aspect. Debit aspect equal to credit aspect. Clear? Debitil 1 lakh vanu, creditil 1 lakh vanu, null effect 0 vanu. That is double entry system of bookkeeping. Okay, modern accounting il nammal double entry system of bookkeeping aanu follow cheyyunnathu. Okay, see next point. The assets are what you own, liabilities are what you owe, equity is your net worth, revenue is what you get in, and expense is what you pay out. ഇത് നമ്മൾ ഓൾറെഡി അക്കൗണ്ടിങ് ടേംസ് പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? ആസ്തി. ദാറ്റ് വാട്ട് യു ഓൺ, എന്താണ് നിങ്ങളുടെ ആസ്തി, അതാണ് അസറ്റ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ബാധ്യത. ഓക്കെ, ഇൻ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് കൺസേൺ, വാട്ട് ഈസ് യുവർ ലയബിലിറ്റി, വാട്ട് യു ഓവ്, എന്താണ് നിങ്ങളുടെ ബാധ്യത, ദാറ്റ് ഈസ് ലയബിലിറ്റി. അതുപോലെ എക്വിറ്റി എന്ന് പറയുമ്പോൾ നെറ്റ് വർത്ത്, നമ്മുടെ കയ്യിലുള്ള നെറ്റ് വർത്ത് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ഇക്വിറ്റി. അതുപോലെ തന്നെ റവന്യൂ ഈസ് വാട്ട് യു ഗെറ്റ് ഇൻ, എന്താണ് നിങ്ങളുടെ ഇൻകം ഏൺ ചെയ്യുന്നത്, നിങ്ങൾ ബിസിനസ്സിൽ എന്താണ് ഏൺ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ഏർണിങ്സ്, ദാറ്റ് ഈസ് റവന്യൂ. ഓക്കെ, അപ്പം ദെൻ എക്സ്പെൻസ്, വാട്ട് യു പേ ഔട്ട്, നിങ്ങൾ ബിസിനസ് പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു, എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നു അല്ലേ. സോ അതിന് നമ്മൾ ക്യാഷ് പേ ഔട്ട് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് വാട്ട് യു പേ ഔട്ട്, ദാറ്റ് ഈസ് എക്സ്പെൻസ്. ക്ലിയർ? കം ടു നെക്സ്റ്റ് പോയിന്റ്. Accounting starts with the recording business transactions for the purpose of presentation of information. These transactions and presentations are based on various principles laid down and followed since the time double entry system was introduced. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ തന്നെ അക്കൗണ്ടിങ്ങിന് ഒരുപാട് പ്രിൻസിപ്പിൾസും പ്രാക്ടീസസും മെത്തേഡ്സും കൺവെൻഷൻസും കോൺസെപ്റ്റ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് എത്തിച്ചേരുന്നതും. ക്ലിയർ? റിസൾട്ടിലേക്ക് നമ്മൾ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുന്നതും അങ്ങനെയാണ്. ക്ലിയർ? ദെൻ സി നെക്സ്റ്റ് പോയിന്റ്. These principles are based on certain concepts which are foundation of any accounting information. Any accounting information or transaction data received or interpreted should be based on these concepts and to be interpreted keeping in mind of these concepts. അപ്പോൾ നമ്മൾ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ കോൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഈവൻ ഫ്രം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് to the interpreting the result. Okay, yes, let's see what are the accounting concepts to be covered here. Business entity concept, going concern concept, accrual concept, consistency concept, money measurement concept, matching concept, accounting period concept. These are the concepts will be covered here. Clear? Let's see business entity concept first. What is business entity concept? Let's see what is business entity concept. Accounting practice always considers a business as a separate entity and considers a business
considers a business and its owner as different. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സും ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഓണറും ഉണ്ട് അല്ലേ. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓണറിനെയും ബിസിനസ്സിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ? ഞാൻ പ്രീവിയസ് ഡേയ്സിൽ അക്കൗണ്ടിങ് ടേംസ് ഒക്കെ കവർ ചെയ്ത സമയത്ത് ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ലയബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഓണർ ഓർ പ്രൊപ്പറേറ്റർ ഈസ് എ ലയബിലിറ്റി ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. ബിസിനസ് ഹാസ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഡേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ്സും അതുപോലെ തന്നെ ഓണറും സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, അതുപോലെ തന്നെ ഓണറും ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ? സി നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. Going concern concept. Let's see the point. Any business starts with a presupposition of continuity. An individual is having certain lifespan, whereas in case of business, it is considered as continuing. The East India Company still exists today. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടിന്യൂയിങ് എന്നുള്ള ഒരു ബേസിസിലാണ് അല്ലേ. നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങി നാളെ സ്റ്റോപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടല്ല ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, ബിസിനസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഒരു കമ്പനിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ഡയറക്ടേഴ്സ് മാറിയാലും ഷെയർ ഹോൾഡേഴ്സ് മാറിയാലും കമ്പനി വിൽ എക്സിസ്റ്റ്. ലൈക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇപ്പോഴും ലൈവിലുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ബിസിനസ് വിൽ ബി കണ്ടിന്യൂ. ഓണർ മാറിയാലും പാർട്ട്നേഴ്സ് മാറിയാലും ഷെയർ ഹോൾഡേഴ്സ് മാറിയാലും ബിസിനസ് വിൽ ബി എക്സിസ്റ്റ്. ഓക്കെ, കണ്ടിന്യൂയിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യത്തിലായാലും നമ്മളുടെയൊക്കെ കാര്യത്തിലായാൽ നമുക്കൊരു സർട്ടൻ ലൈഫ് സ്പാൻ ഉണ്ട് അല്ലേ. ആ ഒരു ടൈം കഴിയുമ്പം നമ്മുടെ കാര്യം സ്റ്റോപ്പ് ആവും അല്ലേ. ബട്ട് ബിസിനസ് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. കണ്ടിന്യൂയിങ് എന്നുള്ള ഒരു ഇതിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സി നെക്സ്റ്റ് കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്. ലെറ്റ്സ് സി വാട്ട് ഈസ് അക്രൂവൽ കോൺസെപ്റ്റ്. Business is a continuous process and the accounting statements are prepared on a particular date. It is obvious that there will be some incomplete transactions on the day the accounting statements are drawn. These transactions need to be recorded in the accounting statements to reflect the true state of affairs of the business entity. Accrual concept എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുത്തതും അല്ലേ, പേയ്മെൻ്റായിട്ട് ചെയ്തതും പേയ്മെൻറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ളതും ഒക്കെ നമ്മൾ അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. കൺസിഡർ വൺ എക്സാമ്പിൾ, സാലറി ടോട്ടൽ പേയബിൾ ആസ് ഓൺ March 31 rupees 1 lakh. മാർച്ച് മാസത്തിൻ്റെ സാലറി 1 lakh rupees പേ ചെയ്യാനുള്ളത്. ഓക്കെ, സാലറി പെയ്ഡ് ₹80,000 rupees സാലറി പേയ്മെൻറ്റ് ചെയ്തു. അപ്പം നമ്മൾ നോർമൽ സെൻസിൽ ചിന്തിക്കുകയാണെങ്കിൽ സാലറി പേ ചെയ്തത് അവിടെ കൺസിഡർ ചെയ്താൽ പോരെ അക്കൗണ്ടിങ്ങിന് എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. ഓക്കെ, ബട്ട് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ടോട്ടൽ 1 lakh rupees സാലറി അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം. 1 lakh rupees നമ്മൾ സാലറി അക്കൗണ്ടിൽ കാണിക്കണം. ദാറ്റ് ഈസ് അക്രൂവൽ കോൺസെപ്റ്റ്. അപ്പോൾ ടോട്ടൽ എത്രയാണോ സാലറി അത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കണം. 1 lakh rupees ആണ് ഇവിടെ സാലറി മാർച്ച് മാസത്തിൻ്റെത് കൊടുക്കാനുള്ളത്. അത് നമ്മൾ അക്കൗണ്ടിൽ കാണിക്കണം. ഓക്കെ, ബട്ട് അതിൽ 80,000 പെയ്ഡും 20,000 പേയബിളുമാണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കാണിക്കും. ഓക്കെ, 80,000 പെയ്ഡ് ഇസ് ആൻ എക്സ്പെൻസ്, ദാറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. ആൻഡ് അതുപോലെ തന്നെ 20,000 പേയബിൾ എന്നുള്ളത് എന്താണ്, ലയബിലിറ്റി, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ലയബിലിറ്റി, ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ക്ലിയർ?
അതുപോലെ തന്നെയാണ് റിസീവ് ചെയ്യാനുള്ളതും ഇൻകം. ഓക്കെ, ഇപ്പോൾ ഒരു ഇൻകം കൺസിഡർ ചെയ്യുവാണെങ്കിൽ കമ്മീഷൻ ടോട്ടൽ റിസീവബിൾ ₹50,000. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മീഷൻ അക്കൗണ്ടിൽ കമ്മീഷൻ ടോട്ടൽ എമൗണ്ട് 50,000. കമ്മീഷൻ അക്കൗണ്ടിൽ നമ്മൾ 50,000 റുപ്പീസ് കാണിക്കും. റിസീവ്ഡ് ₹25 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 25,000 റുപ്പീസ് ഇവിടെ റിസീവ്ഡ് ആണ്, ഇൻകം ആണ്. ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ P&L അക്കൗണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 25,000 റുപ്പീസ് റിമൈനിങ് 25,000 റുപ്പീസ് ടു ബി റിസീവബിൾ ആണ്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ്. ക്ലിയർ? അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ക്ലിയർ? ദാറ്റ് ഈസ് അക്രൂവൽ കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് അക്രൂവൽ കോൺസെപ്റ്റ് എന്നുള്ളത് പറഞ്ഞു. ലെറ്റ്സ് സീ നെക്സ്റ്റ് കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്. Accounting statements are prepared based on some preconceived idea and seem to be consistently followed. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് വി ഹാവ് ടു ഫോളോ ദാറ്റ് കൺസിസ്റ്റൻ്റ്ലി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിപ്രീസിയേഷന് നമ്മൾ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഇയർ ആൻഡ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ 2-3 മെത്തേഡ്സ് ഉണ്ട്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. അതുപോലെ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നമ്മളിപ്പം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ലാസ്റ്റ് ഇയർ ഫോളോ ചെയ്തത് എന്ന് വിചാരിക്കാം. അപ്പം ദിസ് ഇയറും നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. നെക്സ്റ്റ് ഇയറിലും സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതൊരു കമ്പാരിസൺ ചെയ്യാനും നമുക്ക് അസറ്റിൻ്റെ ആക്ച്വൽ ഫിഗർ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് തന്നെ ത്രൂ ഔട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ അസറ്റിൻ്റെ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, ബട്ട് അതിപ്പോൾ ത്രൂ ഔട്ട് എല്ലാ ഇയറിലും ആപ്ലിക്കബിൾ ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ്. നമ്മളൊരു മെത്തേഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതാണ് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അത് തന്നെ ചൂസ് ചെയ്യുക. ദാറ്റ് ഷുഡ് ബി കൺസിസ്റ്റൻ്റ്ലി ഫോളോഡ്. ഓക്കെ, ഇയർ ആഫ്റ്റർ ഇയർ വി ഹാവ് ടു ഫോളോ സെയിം മെത്തേഡ്. ഓക്കെ, യെസ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും മണി ടേംസിൽ തന്നെ മെഷർ ചെയ്യാം. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ വിട്ടുപോകാൻ പാടില്ല. എല്ലാ ട്രാൻസാക്ഷൻസും മണി ടേംസിൽ തന്നെ വാല്യൂ ചെയ്യാം. അപ്പോൾ ഞാൻ മുൻപൊരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ ജനറൽ മാനേജറിൻ്റെ സാലറി നമുക്ക് മണി ടേംസിൽ വാല്യൂ ചെയ്യാം അല്ലേ. സാലറി 50,000 ആണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു മന്ത് കഴിയുമ്പോൾ 50,000 ആണെന്ന് വാല്യൂ ചെയ്യാം അല്ലേ. ബട്ട് ഇൻ്റലിജൻസ് നമുക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? എത്ര ശ്രമിച്ചാലും ഇൻ്റലിജൻസ് നമുക്ക് മണി ടേംസിൽ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഓക്കെ, ഇൻ അക്കൗണ്ടിങ് വി ഷുഡ് ഫോളോ മെഷർമെൻറ്റ് ഓഫ് മണി കോൺസെപ്റ്റ്. Okay, all the information in account should be recorded in monetary terms. All the assets and liabilities need to be converted in money or money's worth. എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റ്സും ലയബിലിറ്റീസും ഈവൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സച്ച് ആസ് ഗുഡ് വിൽ, പാറ്റേൺ, കോപ്പിറൈറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മണി ടേംസിൽ അല്ലെങ്കിൽ മണീസ് വർത്തിൽ മെഷർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും നമുക്ക് അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ക്ലിയർ? ലെറ്റ്സ് സീ മാച്ചിങ് കോൺസെപ്റ്റ് നെക്സ്റ്റ്. See what is matching concept. In order to ascertain profit during a period, it is necessary that revenues of the period should be matched with the cost of the same period. It is the accounting principle that requires that the expenses incurred during a period be recorded in the same period in which the related revenues are earned. This principle recognizes that businesses must incur expenses to earn revenues. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പീരീഡ് കൺസിഡർ ചെയ്തു അല്ലേ, ഒരു ഫിനാൻഷ്യൽ ഇയർ കൺസിഡർ ചെയ്തു. April 1st
2019 to March 31st, 2020. That is a particular period we considered. That is a financial year. ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇയറിൻ്റെ എക്സ്പെൻസസും കൺസിഡർ ചെയ്യുക, ഇൻകംസും കൺസിഡർ ചെയ്യുക. ഓക്കെ, 2019-20ൻ്റെ എക്സ്പെൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 2021ൻ്റെ എക്സ്പെൻസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻകം എടുക്കുമ്പോൾ 19-20ൻ്റെ ഇൻകം എക്സ്പെൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? 19-20ൻ്റെ ഇൻകം തന്നെ നമ്മൾ എടുക്കുക. 2021ൻ്റെ ഇൻകം അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ മാച്ചിങ് കോൺസെപ്റ്റ് പറയുമ്പോൾ നമ്മളിപ്പം ഏപ്രിൽ 2019 ടു മാർച്ച് 2020യുടെ ഇൻകംസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെൻസും സെയിം പീരീഡിലേക്ക് തന്നെ കൺസിഡർ ചെയ്യണം എന്നാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് ഇങ്ങനെ തന്നെ കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി സം എക്സ്പെൻസസ്. ക്ലിയർ? എക്സ്പെൻസ് ഇല്ലാതെ ഒരിക്കലും അവിടെ ഒരു ഇൻകം ജനറേറ്റ് ആവില്ല, അല്ലേ? എംപ്ലോയീസ് ഇല്ലാതെ ഒരിക്കലും അവിടെ ഒരു ആക്ടിവിറ്റീസ് നടക്കില്ല. എംപ്ലോയീസിന് സാലറി കൊടുക്കണം, ദാറ്റ് ഈസ് എക്സ്പെൻസ്. ഓക്കെ, എംപ്ലോയീസിൻ്റെ സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, അല്ലേ? അപ്പം ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ വിൽ ബി എക്സ്പെൻസ്. ടെലിഫോൺ എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, സാലറി എക്സ്പെൻസ്, വേജ് എക്സ്പെൻസ്, മെഷീൻ മെയിൻ്റനൻസ് എക്സ്പെൻസ്, ഓഫീസ് മെയിൻ്റനൻസ് എക്സ്പെൻസ്, ഓൾ സച്ച് എക്സ്പെൻസസ് വിൽ ബി ഇൻകേർഡ്. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സീ നെക്സ്റ്റ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് കൺസിഡർ ചെയ്യണം. പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡ് കൺസിഡർ ചെയ്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ just before I said one example, we should consider April 1st, 2019 to March 31st, 2020. That is an accounting period, a financial year. ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പം April 1st, 2019 to March 31st, 2020 is an accounting period. Clear? Yes. അപ്പോൾ ഓൾ ബിസിനസ് ഷുഡ് ഫോളോ ദിസ് പീരീഡ്, അക്കൗണ്ടിങ് പീരീഡ്. അല്ലാതെ നമുക്കിപ്പം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ബാലൻസ് ഷീറ്റ് ഇതൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റും ലോസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്തേ മതിയാവും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോളോ ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇയർ ആണ്. ക്ലിയർ? ഓക്കെ, students, let's continue accounting concepts. Let's see other accounting concepts. Revenue realization concept, full disclosure concept, dual aspect concept, verifiable objective evidence concept, historical cost concept, balance sheet equation concept, and finally accounting period concept. Okay, accounting period concept നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് ഇനി വീണ്ടും ഡിസ്കസ് ചെയ്യണമെന്നില്ല. ഇനിയിപ്പം ബാലൻസിൽ ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സീ കോൺസെപ്റ്റ്സ് വൺ ബൈ വൺ. യെസ്, let's see first one, revenue realization concept. റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു റവന്യൂ വാല്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് റവന്യൂ റിയലൈസേഷനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ? While the conservatism concept states whether or not revenue should be recognized, the concept of realization talks about what revenue should be recognized. ഏത് റവന്യൂ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് അല്ലെങ്കിൽ ഓരോ ഏർണിങ്സും നമ്മൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റിൽ പറയുന്നത്. It says amount should be recognized only to the tune of which it is certainly realizable.
റിയലൈസ് ചെയ്ത റവന്യൂസ് മാത്രമേ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റവന്യൂസ് ഒരിക്കലും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, ടോട്ടൽ കമ്മീഷൻ റുപ്പീസ് 1 lakh, കമ്മീഷൻ റിസീവ്ഡ് 80,000, 20,000 to be receivable. Okay, but that total 1 lakh rupees can be recorded because total commission 1 lakh ആണെന്ന് നമ്മളിവിടെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ അത് 80,000 നമുക്ക് ഓൾറെഡി തന്നു, 20,000 എന്തായാലും തരും. ബട്ട് ദാറ്റ് ഇൻകം വി ഹാവ് റെക്കഗ്നൈസ്ഡ്. ഓക്കെ, ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇൻകംസ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല, അക്കൗണ്ട് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഓൾറെഡി ജനറേറ്റ് ചെയ്ത ഇൻകംസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യൂ. Yes, clear? Yes. See, next one, matching concept. Matching concept നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാച്ചിങ് കോൺസെപ്റ്റ് ഇതിന് മുൻപുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, വീണ്ടും ഡിസ്കസ് ചെയ്യണമെന്നില്ല. ഇഫ് യു വാണ്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സായിട്ട് എഴുതാവുന്നതാണ്. ക്ലിയർ? ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ, ആസ് പെർ ദിസ് കോൺസെപ്റ്റ് ഓൾ സിഗ്നിഫിക്കൻറ്റ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. ദാറ്റ് ഈസ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. Accounting data should properly be clarified, summarized, aggregated and explained for the purpose of presenting the financial statements which are useful for the users of accounting information. Full disclosure concept എന്ന് പറയുമ്പോൾ, consider one example, purchase of goods worth rupees 20,000. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 20,000 റുപ്പീസിൻ്റെ പർച്ചേസ് നമ്മൾ നടത്തി. അപ്പോൾ അവിടെ ഒരു പർച്ചേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 20,000-ൻ്റേതാണെന്നുള്ള ഒരു മാറ്റർ കൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് കൂടി അവിടെ വരുന്നുണ്ട്. ഇവിടെ 20,000 റുപ്പീസ് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തു, ഗുഡ്സ് പർച്ചേസ് ചെയ്തു, ഈ രണ്ട് മാറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, പർച്ചേസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ദർ വിൽ ബി എ പോസിബിലിറ്റി ഓഫ് എറർ. അപ്പോൾ നമ്മൾ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന എല്ലാ ഇൻഫോർമേഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇവിടെ പർച്ചേസ് ഓഫ് ഗുഡ്സ് റെക്കോർഡ് ചെയ്യണം, 20,000 റുപ്പീസാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ക്യാഷ്, ദാറ്റ് ഈസ് ഓൾസോ ടു ബി റെക്കോർഡഡ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, so this principle emphasizes on the materiality, objectivity and consistency of accounting data which should disclose a true and fair view of the state of affairs of a firm. This principle is going to be popular day by day as per Companies Act 1956. Major provisions for disclosure of essential information about accounting data and as such concealment of material information at present is not very easy. Thus full disclosure must be made for such material information which are useful to be users of accounting information. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഡിസ്ക്ലോഷറിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു മാറ്റർ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ വാല്യൂ ചെയ്യുന്നു. ഡിപ്രീസിയേഷൻ വാല്യൂ ചെയ്യുന്നതിന് നമ്മളിപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വി ഹാവ് ടു ഡിസ്ക്ലോസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാറ്റർ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എങ്കിൽ യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ, നമ്മുടെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഏത് മെത്തേഡ് വെച്ചിട്ടാണ് ഇവിടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും, അനലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, സോ ദാറ്റ് വി ഹാവ് ടു ഡിസ്ക്ലോസ്. ഓക്കെ, ഡിപ്രീസിയേഷൻ കാൽക്കുലേഷൻ ബൈ യൂസിങ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ദാറ്റ് വി ഹാവ് ടു ഡിസ്ക്ലോസ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നു,
ഇപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യണം. അതല്ല നമ്മളിപ്പോൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ് എന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വി ഹാവ് ടു ഡിസ്ക്ലോസ്. ഓക്കെ, അത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ദാറ്റ് ഈസ് ഫുൾ ഡിസ്ക്ലോഷർ. ഓക്കെ, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ഇതാണ് പറയുന്നത്. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഏതൊരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, നമ്മളിപ്പം ഒരു ട്രാൻസാക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിലൊരു മാറ്റർ പോലും വിട്ടു പോവാതെ എല്ലാ മാറ്റേഴ്സും കൺസിഡർ ചെയ്തിട്ട് വേണം അക്കൗണ്ടിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ? യെസ്. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം സീ ദ ഇക്വേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ദാറ്റ് ഇസ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ. ടോട്ടൽ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ്, ടോട്ടൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പം ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് എന്ന് പറയുമ്പം നമ്മളുടെ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ രണ്ട് ആസ്പെക്ട് വരുന്നുണ്ട്. ഓക്കെ, ദർ ഈസ് ഡെബിറ്റ് ആസ്പെക്ട് ആസ് വെൽ ആസ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഓക്കെ, ഓൾ ദി ഡെബിറ്റ് ആസ്പെക്ട് ഈസ് ഹാവിങ് ആൾട്ടർനേറ്റീവ് ക്രെഡിറ്റ് ആസ്പെക്ട്. എല്ലാ ഡെബിറ്റ് ആസ്പെക്റ്റിനും അതുപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റ് കൂടി വരുന്നുണ്ട്. ക്ലിയർ? see one example. Cash brought in by Mr. Suresh, rupees 25 lakhs, equal to liability of business towards Mr. Suresh, rupees 25 lakhs. We know that liability of the business could be towards owners and parties other than owners. This equation could be written as assets equal to liabilities plus owners equity. ഇവിടെ ക്യാഷ് 25 ലാക്സ് കൊണ്ടുവന്നു. സുരേഷ് ഇസ് ദ ഓണർ ഓഫ് ദി ബിസിനസ്. അപ്പോൾ സുരേഷ് ക്യാപിറ്റൽ കൊണ്ടുവന്നു ബൈ വേ ഓഫ് ക്യാഷ്. അപ്പോൾ ഇവിടെ 25 ലാക്സ് ആണ് ക്യാഷ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അസറ്റ്സ്, ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണ്. ക്യാഷ് rupees 25 lakh. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. യെസ്, ഹിയർ ലയബിലിറ്റീസ് നിൽ plus owners equity here 25 lakh. Mr. Suresh equity 25 lakh. This we can write by using this way. Clear? So this is dual aspect concept. Clear alle? When a business transaction happens, it will involve use of one or the other resource of the business to create or settle one or more obligations. എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു. മിസ്റ്റർ സുരേഷ്, ഓണർ ഓഫ് ബിസിനസ് കൺസേൺ, he brought 25 lakhs rupees as his capital. So by putting this figure in this equation, we can write like this: assets cash rupees 25 lakh equal to liabilities plus equity. Here equity alone. So liabilities nil, rupees nil, plus 25 lakhs Suresh's capital. Yes, this is dual aspect concept. Okay, yes, let's move to next concept. എന്താണ് ഈ കോൺസെപ്റ്റ്സ് എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. Verifiable objective evidence concept. Verifiable objective evidence concept. Under this principle, accounting data must be verified. അക്കൗണ്ടിങ് ഡേറ്റാസ് നമ്മൾ എന്തായാലും വെരിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം. ഇൻ അതർ വേർഡ്സ്, ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി മെയ്ഡ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് വെരിഫിക്കേഷൻ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് റെസ്പെക്ട്. അപ്പോൾ നമ്മളിപ്പോൾ വെരിഫിയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് സോഴ്സ് ഡോക്യുമെൻറ്റിൻ്റെ ബേസിലാണ്. പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇൻവോയ്സിൻ്റെ ബേസിസിലാണ്. സെയിൽസ് എൻ്റർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻവോയ്സ്. എക്സ്പെൻസ് എൻ്റർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബിൽസ്. സോ വി ഹാവ് ടു കീപ് ഓൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അലോങ് വിത്ത് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? ഇൻ ദി ആബ്സെൻസ് ഓഫ് സച്ച് വെരിഫിക്കേഷൻ ദ ഡാറ്റ വിച്ച് വിൽ ബി അവൈലബിൾ വിൽ നെയ്തർ ബി റിലയബിൾ നോർ ബി ഡിപ്പെൻഡബിൾ. സോ നമ്മളിപ്പം എപ്പോഴും അക്കൗണ്ടിങ് ഡേറ്റാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഡു ദാറ്റ് ബേസ്ഡ് ഓൺ സം സോഴ്സ് ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം അവിടെ.
വെരിഫൈ ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വെരിഫൈ ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ മാത്രമേ ദാറ്റ് ഷുഡ് ബി റിലയബിൾ, വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്കവിടെ കിട്ടുള്ളൂ. ക്ലിയർ? അപ്പം യൂസേഴ്സിനത് ഇൻഫോർമേറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പർ ആയിരിക്കണം. ക്ലിയർ? യെസ്. ലെറ്റ്സ് സീ നെക്സ്റ്റ് കോൺസെപ്റ്റ്, historical cost concept. Yes, based on this concept, business transactions are always recorded at the actual cost at which they are actually undertaken. The basic advantage is that it avoids an arbitrary value being attached to the transactions. അതായത് ഹിസ്റ്റോറിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് ബിൽസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഇൻവോയ്സിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ വൗച്ചറിൻ്റെ ബേസിസിലാണ്. ഓക്കെ, അല്ലാതെ ഓറലി പറയുന്ന ഒരു മാറ്റർ പ്രകാരമല്ല നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. കൺസിഡർ വൺ എക്സാമ്പിൾ, മെഷീനറി പർച്ചേസ്ഡ് വർത്ത് ₹25,000. ഓക്കെ, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഹാപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ that should be recorded based on bill. അപ്പം നമുക്ക് ഈ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബില്ല് ലഭിക്കും. അതിൽ 25,000 റുപ്പീസ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മെഷീനറിയാണ് പർച്ചേസ് ചെയ്തതെന്ന് നമുക്ക് ആ ബില്ല് നോക്കിയാൽ മനസ്സിലാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ബില്ല് നോക്കി സപ്ലയറെ കൺസിഡർ ചെയ്യാം, പേയ്മെൻറ്റ് ഏത് മെത്തേഡിലാണെന്നുള്ളത് നോക്കാം. അപ്പം അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ആ ബില്ല് അനുസരിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഓറലി പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നില്ല. സോ ദിസ് ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇറ്റ് വിൽ അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു അവോയ്ഡ് ഫ്യൂച്ചർ ഡിസ്പ്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ച്വൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, മെഷീനറി ഇവിടെ പർച്ചേസ് ചെയ്തു 25,000 റുപ്പീസിന്, അതാണ് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ ഫ്യൂച്ചർ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും, അത് റെക്കോർഡ് ചെയ്യും. അതിൻ്റെ ബേസിസിൽ വാല്യൂ റെഡ്യൂസ് ചെയ്ത് വരും. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യും. അപ്പം മാർക്കറ്റ് വാല്യൂ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ചിലപ്പം 25,000 എന്നുള്ളത് 30 ആയിട്ടുണ്ടാവും, അതേപോലെ തന്നെ ചിലപ്പം 20 ആയിട്ടുണ്ടാവും, 20,000 ആയിട്ടുണ്ടാവും. ബട്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. വി ഹാവ് ടു കൺസിഡർ കോസ്റ്റ് അലോൺ. ഓക്കെ, നമ്മൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ദാറ്റ് വിൽ ബി ഷോയിങ് ഇൻ അവർ ബിൽ. അത് പ്രകാരമാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. The limitation of this concept is that the balance sheet does not show the market value of the assets owned by the business, and accordingly the owner's equity will not reflect the real value. However, on the ongoing basis, the assets are shown at their historical cost as reduced by depreciation. Okay, അപ്പം പറഞ്ഞു മാർക്കറ്റ് വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നു, കോസ്റ്റ് ബേസിസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇയർ ആഫ്റ്റർ ഇയർ വി വിൽ റെഡ്യൂസ് ഡിപ്രീസിയേഷൻ ഫ്രം ദി കോസ്റ്റ്. അല്ലേ, ഓരോ വർഷവും നമ്മൾ അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാം. കൺസിഡർ മൈ ലാസ്റ്റ് എക്സാമ്പിൾ, 25,000 മെഷീനറി നമ്മൾ 2018 വാങ്ങി. അത് 18 ഇയർ എൻഡിൽ നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, വാല്യൂ 23,000 ആയി. 2019 നമ്മൾ 23,000 റുപ്പീസ് മെഷീനറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 2,000 റുപ്പീസ്. അഗെയിൻ 2019 ഇയർ എൻഡിൽ നമുക്ക് എന്താണ് 21,000 റുപ്പീസ് ആണ് മെഷീനറി വാല്യൂ എന്ന് കിട്ടി. ബട്ട് മാർക്കറ്റ് വാല്യൂ അപ്പോൾ 30,000 ആണെന്ന് അസ്യൂം ചെയ്യാം. മാർക്കറ്റ് വാല്യൂ 30,000 ആണെന്ന് അസ്യൂം ചെയ്യാം. ബട്ട് വി ഷുഡ് നോട്ട് കൺസിഡർ മാർക്കറ്റ് വാല്യൂ ഫോർ അക്കൗണ്ടിങ് പർപ്പസ്. കോസ്റ്റ് മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിട്ടുള്ള ഒരു കോസ്റ്റാണ് നമ്മളവിടെ അക്കൗണ്ട് ചെയ്യുക. ഹിയർ നമ്മൾ 21,000 ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. വി ഷുഡ് നോട്ട് കൺസിഡർ 30,000 മാർക്കറ്റ് വാല്യൂ. Clear? That is along the limitation. Clear? Okay.
See next one, balance sheet equation concept. Balance sheet equation concept. Under this principle, all which has been received by us must be equal to that has been given by us, and needless to say that receipts are classified as debits and giving is clarified as credits. The basic equation appears as debit equal to credit. Balance sheet equation concept എന്ന് പറയുമ്പോൾ ultimately നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം debit equal to credit. Debit equal to credit. See next equation, expenses plus losses plus assets equal to revenues plus gains plus liability. Okay, these two we have to keep in mind. See, and if expenses and losses and incomes and gains are set off, the equation taken as following form. നമ്മളിപ്പം ഓൾറെഡി ഒരു ഇക്വേഷൻ പറഞ്ഞു, എക്സ്പെൻസസ് പ്ലസ് ലോസസ് പ്ലസ് അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ഇൻകംസ് പ്ലസ് ഗെയിൻസ്. അപ്പോൾ നമ്മൾ എക്സ്പെൻസസും ലോസസും ഇൻകംസും ഗെയിൻസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യും. സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നെറ്റ് ഫിഗർ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഇൻകംസും ഗെയിൻസും ലോസസും എക്സ്പെൻസസും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് മാറും. ഓൾ അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ്. ക്ലിയർ? അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. നേരത്തെ നമ്മൾ കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റിൽ പറഞ്ഞിരുന്നു, അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാം ഈ ഒരു ഇക്വേഷന്. അസറ്റ്സ് ഈക്വൽ ടു ലയബിലിറ്റീസ് എന്ന് വരുന്നത് അസറ്റ്സ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ഓൾ ലയബിലിറ്റീസ്. ഓക്കെ, ഇതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. ഞാൻ ഓൾറെഡി അത് പറഞ്ഞിരുന്നു. ഓക്കെ, യെസ്, ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് വി കവേർഡ്. ക്ലിയർ? ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഇതിലുള്ള എല്ലാ കോൺസെപ്റ്റ്സും ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. റവന്യൂ റിയലൈസേഷൻ, ഫുൾ ഡിസ്ക്ലോഷർ, ഡ്യുവൽ ആസ്പെക്ട്, വെരിഫിയബിൾ ഒബ്ജക്റ്റീവ് എവിഡൻസ്, historical cost, balance sheet equation, and accounting period also. Before that we had covered other concepts also. ഇതെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്രൂവൽ കോൺസെപ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ഈസ് എ പ്രിൻസിപ്പിൾ. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ കവർ ചെയ്തു. അതിൽ നമുക്ക് ഒരു 3 പ്രിൻസിപ്പിൾസ് കൂടി പറയാനുണ്ട്. മണി മെഷർമെൻറ്റ് പറഞ്ഞു, മാച്ചിങ് കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ്. ദീസ് ആർ വി കവേർഡ് ഹിയർ. യെസ്, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇതുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇതിൽ നമ്മൾ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ റിമൈനിങ് വി നീഡ് ടു ഡിസ്കസ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഡിസ്ക്ലോഷർ. ഓക്കെ, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി ആൻഡ് ഡിസ്ക്ലോഷർ. ലെറ്റ്സ് സീ വാട്ട് ഈസ് കൺസർവേറ്റിസം. Let's see what is conservatism. Accountants who prepare financial statement of the business like other human being would like to give a favorable report on how well the business has performed during an accounting period. However, prudent reporting based on skepticism builds confidence in the results and in the long run best serves as the divergent interest of users of financial statements. This philosophy of prudence leads to the conservatism concept. This concept underlines the prudence of understating than overstating the net income of an entity for a period and the net assets as on a particular date. This is because business is done in situations of uncertainty. For years, this concept was meant to anticipate no profits but recognize all losses. This can be stated as
delay in recognizing income unless one is reasonably sure. Immediately recognize expenses when reasonably sure. See students, what is conservatism concept? According to conservatism concept, we have to realize all losses. We have to realize all losses, or we have to recognize all losses, all possible losses, but we have to avoid all possible profits. Okay, anticipates no profits but recognize all losses. That is the key word that you have to keep in mind. Okay, that you have to point out. Anticipate no profits but recognize all losses. നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ ലോസസും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോഫിറ്റ്സ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ആ പ്രോഫിറ്റ്സ് ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ നമ്മളുടെ ഒരു അസറ്റ്, ഒരു വെഹിക്കിൾ നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചു. നമ്മൾ വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് അസസ് ചെയ്തു. നമുക്കൊരു 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വെഹിക്കിൾ വിറ്റ് കഴിയുമ്പോൾ 10,000 റുപ്പീസ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം റെക്കഗ്നൈസ് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്സ്. ആ പ്രോഫിറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമേ നമ്മളത് അവിടെ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇഫ് ദർ ഈസ് എനി പോസിബിൾ ലോസസ് ദാറ്റ് വി ക്യാൻ റെക്കഗ്നൈസ്. നമുക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാം, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാം. സി ദീസ് 2 പോയിന്റ്സ് ഓൾസോ ഷുഡ് ബി നോട്ടഡ്. ഡിലേ ഇൻ റെക്കഗ്നൈസിങ് ഇൻകം അൺലെസ് വൺ ഈസ് റീസണബിളി ഷ്യൂർ. അപ്പം നമ്മൾ ഇൻകം റെക്കഗ്നൈസ് ചെയ്യാൻ അവിടെ ഡിലേ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഇൻകം കിട്ടുമെന്നുള്ള ഇത് ഷുവർട്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. ക്ലിയർ? ഇഫ് യു ക്ലിയർ. സി ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് എക്സ്പെൻസസ് വെൻ റീസണബിളി ഷുവർ. നമുക്ക് എക്സ്പെൻസ് ഉണ്ടാകും എന്ന് നമുക്ക് ഷുവർ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ്. വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് വി വിൽ റെക്കഗ്നൈസ് ദ സെയിം. ഇതാണ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ദിസ് ഈസ് കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. ഈ 3 പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻറ്റിസിപ്പേറ്റ് നോ പ്രോഫിറ്റ്സ് ബട്ട് റെക്കഗ്നൈസ് ഓൾ ലോസസ്. ദിസ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡിലേ ഇൻ റെക്കഗ്നൈസിങ് ഇൻകം അൺലെസ് വൺ ഈസ് റീസണബിളി ഷുവർ. സെക്കൻഡ് പോയിന്റ്, ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് എക്സ്പെൻസസ് വെൻ റീസണബിളി ഷുവർ. യെസ്, ലെറ്റ്സ് സീ നെക്സ്റ്റ് one, materiality principle. See, materiality principle, this is more of a convention than a concept. It proposes that while accounting for various transactions, only those which may have material effect on profitability or financial status of the business should have special consideration for reporting. This does not mean that the accountant should exclude some transactions from recording. Even ₹20 worth conveyance paid must be recorded as expense. What this convention claims is to attach importance to material details, and insignificant details should be ignored while deciding certain accounting treatment. അപ്പോൾ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ട്രാൻസാക്ഷനിലുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്റ്റും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, വി ഷുഡ് നോട്ട് അവോയ്ഡ് എനി മെറ്റീരിയൽ ഫാക്റ്റ്. അപ്പോൾ കൺസിഡർ വൺ എക്സാമ്പിൾ. Salary paid ₹50,000. Salary paid ₹50,000. The materiality could be related to information, amount, procedure and nature.
Error in description of an asset or wrong classification between capital and revenue would lead to materiality of information. Say if postal stamp of ₹500 remain unused at the end of accounting period, the same may not be considered for recognizing as inventory on account of materiality of account. Certain accounting treatments depend upon procedures laid down by accounting standards. Some transactions are by nature material irrespective of the amount involved. Example, audit fees, loan to directors, etc. So students, ഇതിൽ നമ്മൾ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ വി ക്യാനോട്ട് കൺസിഡർ ദാറ്റ് ആസ് സ്റ്റോക്ക്. നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ റവന്യൂ നേച്ചർ ഓഫ് ഐറ്റം ഷുഡ് ബി കൺസിഡർഡ് ആസ് റവന്യൂ, ക്യാപിറ്റൽ നേച്ചർ ഓഫ് ഐറ്റം ഷുഡ് ബി കൺസിഡർഡ് ആസ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ഒരു മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അസറ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ അത് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം, റവന്യൂ നേച്ചറായിട്ട് കൺസിഡർ ചെയ്യണം. ക്ലിയർ? അതാണ് നമുക്ക് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്, ഒരു ട്രാൻസാക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. So, it should be related to the information, amount, procedure and nature.